ഇതാണ് നമ്മുടെ സൂപ്പർ അഡ്മിൻ വരുന്നത്. ടോട്ടൽ 3 പാനൽസ് ആണ് വരുന്നത്. ഒന്ന് സൂപ്പർ അഡ്മിൻ, നെക്സ്റ്റ് വരുന്ന അഡ്മിൻ ആൻഡ് ഫൈനൽ ആയിട്ടുള്ളത് യൂസർ ആണ്, നോർമൽ യൂസർ. ഈ സൂപ്പർ അഡ്മിൻ ആണ് എല്ലാം ആക്സസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അഡ്മിൻസിനെ ക്രിയേറ്റ് ചെയ്യാനും ആരൊക്കെയാണ് ആ അഡ്മിൻസ് എന്ന് കാണാനും, പിന്നെ യൂസേഴ്സിന്റെ സെക്ഷനിൽ വന്നാലും അതേപോലെ തന്നെ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതും സൂപ്പർ അഡ്മിൻ ആണ്. ഇത് കാണാനായിട്ട് ഉള്ള ഓപ്ഷനും സൂപ്പർ അഡ്മിൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ അഡ്മിൻസ് എത്ര പേര്, ടോട്ടൽ യൂസേഴ്സ് എത്ര പേര്, എത്രയാണ് ടോട്ടൽ ടാസ്ക് വന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം സൂപ്പർ അഡ്മിൻ ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ ഒരു സൂപ്പർ അഡ്മിനെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കൊരു ജസ്റ്റ് ഒരു നെയിം എന്തെങ്കിലും കൊടുക്കാം. ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ നെയിം കൊടുക്കുന്നു. ടെസ്റ്റ് 2 ഇതാണ് അഡ്മിന്റെ, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അഡ്മിന്റെ നെയിം. ഓക്കെ, അപ്പം ഇവിടെ അഡ്മിൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് 2 എന്ന് പറയുന്ന അഡ്മിൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നെയിം ആദിത്യ എന്നൊരു നെയിം കൊടുക്കുന്നു. ഇവിടെ ഒരു അസൈൻ ചെയ്തിട്ട് ഇപ്പം ടെസ്റ്റ് 2 എന്ന് പറയുന്ന വേണ്ട ഈ പീയൂഷ് എന്ന് പറയുന്ന ഈ ഒരു അഡ്മിനെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് എന്നിട്ട് ക്രിയേറ്റ് യൂസർ കൊടുത്തു. ഓക്കെ, ആ ടൈമിൽ നമുക്കിനിയും ഇവിടെ കാണാം ടോട്ടൽ അഡ്മിൻസ് ഇവിടെ ഉണ്ട്. ഈ പീയൂഷ് എന്ന് പറയുന്ന അഡ്മിൻ ആണ് ഇവിടെ നമ്മൾ ആദിത്യ എന്ന് പറയുന്ന യൂസറിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ടാസ്കിന്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ടാസ്ക് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. കറന്റ് ടാസ്ക് അസൈൻ ചെയ്യുന്നത് അഡ്മിൻസ് ആണ്. സൂപ്പർ അഡ്മിൻ അല്ല, അഡ്മിൻ ആണ് ടാസ്ക് അസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏത് യൂസറിനാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും, അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈന്, യൂസർ റിപ്ലൈ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ യൂസർ റിപ്ലൈ കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ റിപ്ലൈ എന്താണെന്നുള്ളതും, ലാസ്റ്റ് അപ്ഡേറ്റ് എന്നാണ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതെന്നും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോട്ടൽ വർക്കിംഗ് ഹവേഴ്സും കൂടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത്രയാണ് സൂപ്പർ അഡ്മിന് വരുന്ന ആക്സസ്. ഒന്ന് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ യൂസേഴ്സിന്റെ അഡ്മിന്റെ എല്ലാം ഒരു ഓവർവ്യൂ. പിന്നെ ഇവിടെ അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ടോട്ടൽ അസൈൻഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അഡ്മിൻ യൂസറിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ടാസ്കും കാര്യങ്ങളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ജസ്റ്റ് ഒരു അഡ്മിൻ പാനലിലോട്ട് നമുക്കൊന്ന് പോവാം. ഇതാണ് അഡ്മിൻ പാനൽ. ലോഗൗട്ട് ചെയ്തിട്ട് പീയൂഷ് എന്ന് പറയുന്ന ഒരു അഡ്മിൻ പാനലിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അഡ്മിൻ യൂസറിനെ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ കാണാം 2 യൂസേഴ്സിനാണ് ടോട്ടലി അസൈൻ ചെയ്ത്. ഇപ്പൊ ആദിത്യ എന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു യൂസറാണ്. ഈഷ് എന്ന് പറയുന്ന അഡ്മിൻ ആണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ടെസ്റ്റ് ടാസ്ക് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ആദിത്യ എന്ന് പറയുന്ന പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസറിനാണ് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഡേറ്റ് 20th കൊടുത്ത് ജസ്റ്റ് അസൈൻ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടാസ്കിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം ഏതൊക്കെയാണ് ടാസ്ക് ഉള്ളതെന്ന്. ബിബിത എന്ന് പറയുന്ന 2 യൂസേഴ്സിനെ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദിത്യ എന്ന് പറയുന്ന ഒരു യൂസറിന് ഇപ്പം ഒരു പുതിയതായിട്ട് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറന്റ് പെൻഡിങ്ങിലാണ് അതിന്റെ അപ്ഡേറ്റ്സ് കിടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഈ ആദിത്യ എന്ന് പറയുന്ന യൂസർ ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് അസൈൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ കാണാം ടാസ്ക് ക്രിയേറ്റഡ് 3 മൈ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഉള്ള യൂസേഴ്സ് 2 പേര്. ഏത് ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്തതുള്ളത് ആണ് ഇവിടെ കാണിക്കുന്നത്, ടൈമും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് യൂസറിന്റെ ലോഗിനിൽ പോയിട്ട് കാണിക്കാം അസൈൻ ചെയ്ത ടാസ്ക് ലിസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത്. ഇത് ബിബിത എന്ന് പറയുന്ന യൂസറിന്റെ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2 ടാസ്ക് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് ആദിത്യ എന്ന് പറയുന്ന യൂസറിന്റെ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പം കറന്റ് ഒരു ഒറ്റ ഇത് മാത്രമേ അസൈൻ ചെയ്തിട്ടുള്ളൂ, ഒറ്റ ടാസ്ക് മാത്രമേ അസൈൻ ചെയ്തിട്ടുള്ളൂ അഡ്മിനിൽ നിന്ന്. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് കൊടുക്കും. കംപ്ലീറ്റ് കൊടുത്തിട്ട്
ഇത് ചെയ്യാനായിട്ട് ഒരു 5 hours കൊടുക്കാം, എത്രയാണ് ചെയ്തതെന്നുള്ളത്. 5 hour കൊണ്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് നേരെ അഡ്മിൻ പാനലിലോട്ട് പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ടൈമിൽ നോക്കാം. മൈ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം, ടെസ്റ്റ് ടാസ്ക് എന്നായിരുന്നു നമ്മൾ നെയിം കൊടുത്തിരുന്ന, ആദിത്യ എന്ന് പറയുന്ന യൂസറിനാണ് കൊടുത്തിരുന്നത്. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് March 20th പറഞ്ഞിരുന്നത്. ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ അഡ്മിനിൽ നിന്നാണ്, അല്ല യൂസറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഹവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 hour നമ്മൾ ആഡ് ചെയ്തത് കാണിച്ചായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ പോകുന്നത്. പിന്നെ ഓക്കെ, ഇവിടെ അഡ്മിന് ടോട്ടല് 2 യൂസേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു പുതിയൊരു ഈ ആദിത്യ എന്ന് പറയുന്ന യൂസറിന് തന്നെ പുതിയൊരു ടാസ്ക് അസൈൻ ചെയ്യാം. ടാസ്ക് 3, നേരത്തെ ടാസ്ക് 2 അല്ലായിരുന്നു. ആദിത്യ ഡ്യൂ ഡേറ്റ് 21st കൊടുക്കാം. നമുക്ക് നേരെ യൂസറിന്റെ സെക്ഷനിൽ പോയിട്ട് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ടാസ്ക് 3 എന്നും പറഞ്ഞിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അസൈൻ ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ ഒരു യൂസർ എടുത്തിട്ട് ഇൻ പ്രോഗ്രസ് കൊടുക്കുന്നു, വേറെ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇൻ പ്രോഗ്രസ് കൊടുത്തിട്ട് കംപ്ലീറ്റ് കൊടുക്കുന്നു. ആ ടൈമിൽ നമുക്ക് ടാസ്കിന്റെ സെക്ഷൻ, അഡ്മിന്റെ ടാസ്കിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം, കണ്ടോ, നമ്മൾ ലാസ്റ്റ് അസൈൻ ചെയ്തത് ഇൻ പ്രോഗ്രസ് ആയിട്ട് വന്നപ്പോൾ. അതേപോലെ തന്നെ സൂപ്പർ അഡ്മിന്റെ, ഇത് സൂപ്പർ അഡ്മിൻ ആണ്. സൂപ്പർ അഡ്മിന്റെ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര ടാസ്ക് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 3 അസൈൻ ചെയ്തിട്ടുണ്ട്. പീയൂഷ് എന്ന് പറയുന്ന ഏജന്റ് ആണ്, അഡ്മിൻ ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ബിബുദ എന്ന് പറയുന്ന യൂസറുണ്ട്, ആദിത്യ എന്ന് പറയുന്ന 2 യൂസറിനാണ് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുത്തത്. അതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാം, ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒരെണ്ണം ഇൻ പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഫീച്ചേഴ്സ്.